ഹായ് ഫിഷ് ഡോക്ടേഴ്സ്. ശ്രുതി മാം എപ്പോഴും വന്നിട്ട് എൻ്റെ ഗേൾസിന് വേണ്ടിയുള്ള മെസ്സേജ്, ഗേൾസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഗേൾസ് ഹെൽത്ത് നോക്കണം അല്ലെ, എപ്പോഴും ഗേൾസിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്ന ഒരു പൊതുവേ ഒരു സംസാരം ഉണ്ട്. അപ്പോൾ അങ്ങനെയല്ല, എൻ്റെ ബോയ്സിനെയും എനിക്ക് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ട്. കുറേ കാര്യങ്ങൾ പണ്ടൊക്കെ ഒരുപാട് വീഡിയോസിലായിട്ട് വന്ന് പറയുമായിരുന്നു. സോ ഇന്ന് ബോയ്സിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി, അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. സോ ബോയ്സിനെ, എസ്പെഷ്യലി ടീനേജ് ബോയ്സിനെ കുറിച്ച് ആലോചിക്കുമ്പം അവരുടെ പേരൻസും കൂടി ഈ വീഡിയോ കാണുകയാണെങ്കിൽ നല്ലതായിരിക്കും. ബോയ്സിനെ എപ്പോഴും നമ്മൾ വളർത്തുന്നത്, അല്ലെങ്കിൽ ബോയ്സ് വളർന്നു വരുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും പറയില്ലേ, ഇവൻ പഠിച്ചിട്ട് നന്നായിട്ട് വേണം എന്നെ നോക്കാനുള്ളതാണ് അല്ലേ. ഗേൾസിനോട് നമ്മൾ പറയും, എന്നാലും ആൺകുട്ടികളാകുമ്പം ഇങ്ങനെ ഭയങ്കരമായിട്ട് അതങ്ങനെ അവരെ ഒരു സ്ട്രെസ് ചെയ്തിട്ടാണ് വളർത്തുക അല്ലേ. അതായത് നീ പഠിച്ച് വലുതായിട്ട് വേണം കുടുംബം നോക്കാൻ, നീയാണ് ഞങ്ങളുടെ പ്രതീക്ഷ, അങ്ങനെയൊക്കെ പറയുമ്പം ചെറുപ്പം മുതലേ എന്താ പറയുക, കുടുംബം നോക്കാനുള്ളത് ഞാനാണ്, ഇവരൊക്കെ എന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെന്നുള്ള ഒരു ഫീലിംഗ് മനസ്സിൽ ഉണ്ടാക്കി വെച്ചിട്ടാണ് കുട്ടി വളരുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ വളർന്നു വരികയാണ്. അപ്പം എല്ലാ സ്ഥലത്തും എന്താണ് ഈ ഒരു ഫീലിംഗ് ആണ്, കുറച്ചൊരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഇവരെയൊക്കെ നോക്കേണ്ടത്, ഞാനാണ്, എൻ്റെ ഷോൾഡേഴ്സിലാണ് എല്ലാ റെസ്പോൺസിബിലിറ്റീസും വരാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരു ഇതിലാണ് വളർന്നു വരിക. അങ്ങനെ വളർന്ന് പഠിച്ച് ഒരു കോളേജിലൊക്കെ എത്തുമ്പോഴേക്കും നമ്മളിങ്ങനെ നമുക്കൊന്ന് ചെറുതിലേ തന്നെ അല്ലേ കരയുമ്പം പറയും, അയ്യോ ആൺകുട്ടികൾ കരയാൻ പാടുണ്ടോ, ആൺകുട്ടികൾ കരയരുത്, ആൺകുട്ടികൾ സ്ട്രോങ് ആയിട്ടിരിക്കണ്ടേ. അപ്പോൾ ഇങ്ങനെ കരയുന്നത് എന്തോ മോശമാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ്, ഇതിനു മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാം കൂടെ അടക്കി പിടിച്ച് ഇപ്പോൾ കോളേജിൽ എത്തുമ്പോഴും എന്താ പറയുക, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, ഒന്ന് ഇതാക്കി, അപ്പം നമുക്ക് വിഷമം വന്നു. അപ്പം ബോയ്സിന് കരയണമെങ്കിൽ, കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ വീക്കായിട്ടുള്ള ആളാണ്, അയ്യേ അവൻ കരയുന്നു, അതെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഫ്രണ്ട്സിൻ്റെ മുമ്പിലും നാണം കെട്ടുപോകുന്ന ഒരു ഇതിലാണ് നമ്മുടെ കോളേജ് ലൈഫിൽ ഉണ്ടാവുക. അപ്പോൾ അവിടെ പോലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഫാമിലിയിൽ പോലും, ഏറ്റവും ക്ലോസസ്റ്റ് സർക്കിളിൽ പോലും നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ഇമോഷൻസ് നിങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഒരു ഏജ് വരെ നിങ്ങൾക്കത് പറ്റുമായിരുന്നു. കാരണം എന്താ, നിങ്ങൾക്കപ്പോൾ ഓർമ്മയും ബോധമൊന്നും ഇല്ലല്ലോ, നിങ്ങൾ വളർന്നു വരുന്ന ഒരു സമയം അല്ലേ, ഒരു 3-4 വയസ്സ് വരെയുള്ള സമയം, അല്ല ഒരു 5 വയസ്സൊക്കെ, ആ ഒരു സമയത്ത് ആരെന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു, സൊസൈറ്റി എന്തു വിചാരിക്കും, ഞാൻ കരഞ്ഞ പ്രശ്നമാവുമെന്നൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ കരയാൻ തോന്നുമ്പോൾ കരയും അല്ലേ, നമ്മൾ അലച്ചു വാരി കരയും, ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ നമുക്കതങ്ങ് നഷ്ടപ്പെടുകയാണ്. കരഞ്ഞാൽ എന്തോ മോശമാണ്, ഞാൻ എക്സ്പ്രസ് ചെയ്താൽ എന്തോ മോശമാണെന്നുള്ള രീതിയിലാണ് മക്കൾ വളരുന്നത്. ഇതേ കാര്യം തന്നെയാണ് വലുതായി വരുമ്പോഴും നമ്മൾ മറ്റുള്ളവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മുടെ ചേട്ടന്മാരോടും ചേച്ചിമാരോടും നമ്മുടെ വീട്ടിലുള്ളവരോടൊക്കെ നമ്മൾ ഭയങ്കര ഓപ്പണായിട്ട് കളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളർന്നു വരുന്നവരായിരിക്കും. അപ്പം ചിലർ പറയും, ചില ഫാമിലീസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, വളവളാന്ന് ഇങ്ങനെ സംസാരിക്കല്ലേ, ആൺകുട്ടികൾ അങ്ങനെ മിണ്ടാൻ പാടില്ല, അങ്ങനെ സംസാരിക്കാൻ പാടില്ല, അങ്ങനെ എല്ലാ ഡീറ്റെയിലും പറയേണ്ട ആവശ്യമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരം അങ്ങനെ ഒതുക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്, ആൺകുട്ടികൾ ഒട്ടും സംസാരിക്കാത്ത എന്തോ ഭയങ്കര അഭിമാനത്തിൻ്റെ ഒരു കാര്യമായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അവൻ അങ്ങനെയാണ്, അവൻ ഭയങ്കര റിസർവ്ഡ് ആണ്, അവനധികം സംസാരിക്കില്ല. ബട്ട് വൈ? അതെന്തുകൊണ്ടാണ്? അധികം സംസാരിച്ചാൽ എന്താ കുഴപ്പം അല്ലേ? അധികം നമ്മൾ ഷെയർ ചെയ്താൽ എന്താ കുഴപ്പം? അധികം എക്സ്പ്രസീവ് ആയാൽ എന്താണ് കുഴപ്പം? എൻ്റെ ബോയ്സിനോട് എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ നീറ്റിന് പഠിക്കുകയാണ്, നിങ്ങൾ ഭയങ്കര സ്ട്രെസ്സിലുള്ള സമയമാണ്, ഇതൊക്കെ എനിക്കറിയാം. നിങ്ങൾ എക്സാമിൻ്റെ ടെൻഷനുണ്ട്, എക്സാമിൻ്റെ സ്ട്രെസ് ഉണ്ട്, ഈ ലാസ്റ്റ് മിനിറ്റിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ആകെ വിഷമിച്ചിരിക്കുന്ന സമയമാണ്, ചൂടും അതിൻ്റെ മുകളിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, വീട്ടിലെ ടെൻഷനുണ്ട്, ഒരുപാട് കാര്യം മക്കളുടെ മനസ്സിലിപ്പോൾ ഉണ്ട്. എപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്നിട്ട് ഈ ശ്രുതി മാം എന്താ വന്നിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത്, ആൺകുട്ടികളോട് എന്താ ഇങ്ങനെ മെസ്സേജ് പറയുന്നത്? ഈ സമയത്ത് നിങ്ങളത് കേൾക്കണം മക്കളെ. ഇപ്പോഴെങ്കിലും നിങ്ങളത് കേട്ടില്ലെങ്കിൽ, ഇപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ്, നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് മാറ്റിയില്ലെങ്കിൽ, നിങ്ങളുടെ എൻറ്റയർ ലൈഫിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. ഈ എക്സ്പ്രസ് ചെയ്യാതെ കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കി വെച്ച് ഭാവിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പോലും നിങ്ങൾ എന്താണ്, എത്ര പേർക്കറിയാം വാട്ട് ഈസ് ദ റിയൽ യു എന്ന്? നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് അറിയോ നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത്? നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോട് പറഞ്ഞിട്ടുണ്ടോ? അതായത് ചെറുപ്പത്തിൽ എൻ്റെ മക്കള് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഓട്ടിപ്പോയി അച്ഛനോടും അമ്മയോടും പറയും അല്ലേ, തുറന്നു പറയും. വലുതായി വരുന്നവരും അതിങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ എൻ്റെ ബോയ്സ് ഓർക്ക്, എൻ്റെ ആൺമക്കൾ മനസ്സിലാക്കുക, ദിസ് നത്തിങ് റോങ് ഇൻ ഗോയിങ് ആൻഡ് ഹഗ്ഗിങ് യുവർ ഡാഡോ മോം. അവരെ ഇപ്പോഴും പോയി കെട്ടിപ്പിടിച്ച് എനിക്കിങ്ങനെ വിഷമാണ്, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നത് നിങ്ങളെ ഒരിക്കലും വീക്കായിട്ട് ഒരു വീക്ക് പേഴ്സൺ ആക്കുകയില്ല.
നിങ്ങളെ ഒരിക്കലും നിങ്ങൾ ചിരിച്ച് എല്ലാവരോടും ഹാപ്പിയായി സംസാരിക്കുന്നത് നിങ്ങളെ ഒരിക്കലും എന്താ പറയുക, ഒരു വർത്ത്ലെസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആക്കുകയില്ല, നിങ്ങളെ ഒരിക്കലും ഇമ്മച്ചുവർ ആക്കുകയില്ല. സോ ചിരിച്ച് സംസാരിച്ച് ഹാപ്പി ആയിട്ട് നിങ്ങൾ എങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്നോ അതുപോലെ നിങ്ങളാവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ഡ്രസ്സ് ഇടുന്നതിനോ നിങ്ങൾ ഗെയിം കളിക്കുന്നതിനോ നിങ്ങൾ എന്താ പറയുക ഫ്രണ്ട്സായിട്ട് പോകുന്നതിനോ ഒന്നും പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മളൊരു ലിമിറ്റിൽ ചെയ്യാം, അല്ലേ? അതായത് നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി നമുക്കറിയാം എങ്ങനെയുള്ളതാണ്. നമ്മൾ എല്ലാവരുടെ അടുത്തും ഒരു ഓപ്പൺ ബുക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരുപാട് ആളുകൾ ചിലപ്പോൾ എക്സ്പ്ലോയിറ്റ് ചെയ്യും. പല അനാവശ്യമായ അഡിക്ഷൻസിലേക്ക് നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള തെറ്റുകൾ പറ്റിയിട്ടുള്ള മക്കളുണ്ടാവും. ഈ വീഡിയോ കാണുന്ന പല മക്കളും എനിക്കറിയാം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള അഡിക്ഷൻസിന് നിങ്ങൾ അടിമകളായിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ തുറന്നു പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ പല അഡിക്ഷൻസും എന്നെക്കുറിച്ച് ഞാനിപ്പോൾ ഇത് ആരോടെങ്കിലും ഷെയർ ചെയ്താൽ എന്നെ മോശമായിട്ട് കണ്ടാലോ ഞാനൊരു ചീത്ത ആളുകൾ വിചാരിക്കില്ലേ, എൻ്റെ ഫാമിലി എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു വിചാരിച്ച് അത് ഷെയർ ചെയ്യാൻ പറ്റാതെ മനസ്സിൽ ഒതുക്കി വെച്ച് ആ വിഷമത്തിൽ ആ കുറ്റബോധത്തിൽ ആ ഗിൽറ്റിൽ ജീവിക്കുന്നവരുണ്ട്. സോ മൈ ചിൽഡ്രൻ, മൈ ബോയ്സ്, നിങ്ങൾ ബോയ്സ് ആണെന്ന് വെച്ച് യു ആർ നോട്ട് ഡിഫറെൻറ്റ്. എല്ലാവരും ഒരുപോലെയാണ്, ബോയ്സ് ഗേൾസ് അല്ലേ, ഓൾഡ് യങ് വൈറ്റ്സ് ബ്ലാക്സ് അങ്ങനെ ഒന്നുമില്ല. വി ആർ ഓൾ വൺ, വി ആർ ഓൾ ദ സെയിം. സോ പറയാനുള്ളത് ഷെയർ ചെയ്ത് പറയാം. കുഞ്ഞു മക്കളായിരുന്നപ്പോൾ നമ്മൾ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് അമ്മയോടും അച്ഛനോടൊക്കെ പറഞ്ഞതുപോലെ ഇപ്പോഴും പോയി പറയാം. ഓക്കെ, ബിക്കോസ് നിങ്ങൾ കുഞ്ഞായിരുന്നപ്പം നിങ്ങളുടെ പേരൻസ് നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാക്കൊക്കെ വരുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കില്ലായിരുന്നു. അച്ഛൻ അമ്മ എന്ന് പറയുന്നത് അല്ലെ, എന്തെങ്കിലുമൊക്കെ പുതിയ സെൻറ്റൻസ് പറയുമ്പോൾ എല്ലാവരും അത് കേട്ട് അച്ഛനും അമ്മയും നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസും ഒക്കെ ഒരുപാട് ഹാപ്പി ആവില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോഴും. നിങ്ങൾ എത്ര വളർന്ന് വലുതായാലും, നിങ്ങൾ എത്ര വലിയ ടീനേജർ ആയാലും, നിങ്ങൾക്ക് എത്ര വലിയ താടി മീശയും വന്നാലും നിങ്ങളുടെ പേരൻസ് നിങ്ങൾ കുഞ്ഞു മക്കളാണ്. അപ്പം നിങ്ങൾ പോയി പറയുന്ന ഒരു കാര്യം അവർ എത്ര വലിയ സീരിയസ് ആയിട്ട് കാണിച്ചാലും, അവർ വലിയ ദേഷ്യമൊക്കെ കാണിച്ചാലും, അവർ മനസ്സിൻ്റെ ഉള്ളിൽ അവർ ആ ഒരു എൻ്റെ കുഞ്ഞു മോൻ എൻ്റെ മോള് വന്നിട്ട് എന്നോട് പറയുന്ന ആ ഒരു ഇതോടെ അവർ കാണുള്ളൂ. ഓക്കെ, സോ അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ ആ കുഞ്ഞു ബേബിയാണ്. സോ അത് ഓർക്കുക. സോ മൈ ബോയ്സ്, ബി വാട്ട് യു ആർ, ബി ദ വേ യു ആർ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് ഇതാണ്. എന്തുകൊണ്ടാണ് ശ്രുതിമ വന്നിട്ട് എപ്പോഴും ഗേൾസിനോട് മാത്രം സംസാരിക്കുന്നത്? ബിക്കോസ് ഒരുപാട് ടോർച്ചർ ചെയ്യപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് അവർ. ആൻഡ് ഒരുപാട് പ്രതിസന്ധികളിലൂടെ ശാരീരികമായി മാനസികമായി അതിലൂടെയൊക്കെ കടന്നു പോകുന്ന ഗ്രൂപ്പാണ് അവർ. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ ബോയ്സ് ഭയങ്കര ഫോർവേഡ് സൊസൈറ്റിയാണെന്ന് പറയും, ഭയങ്കര ഫ്രീഡാണെന്ന് പറയും, എല്ലാം ആണ്, നമ്മൾ ഭയങ്കര മോഡേൺ വേൾഡാണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ ഇമോഷൻസിനെ നമ്മുടെ സ്വന്തം വീട്ടുകാരോട് പോലും പറയാൻ പറ്റാതെ ഉരുകി ഫ്രസ്ട്രേറ്റഡ് ആയി ജീവിച്ച് കുറേ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിച്ച് വൈഫ് വരുന്നു, വൈഫിനോട് ചിലപ്പോൾ ആ ഫ്രസ്ട്രേഷൻ കാണിക്കുന്നു. അങ്ങനെ നമ്മുടെ ആ മാരീഡ് ലൈഫ് വർക്കൗട്ട് ആവാണ്ട് പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച് നിങ്ങൾ ഡോക്ടറൊക്കെ ആയി നിങ്ങളുടെ ആ കരിയറിൽ നിങ്ങൾ ഈ വർഷങ്ങളോളം അടക്കി വെച്ച ആ ഫ്രസ്ട്രേഷൻ കാണിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ കരിയറിലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുന്നില്ല. എന്തിനാണ് അങ്ങനെ? കറക്റ്റ്. സോ എക്സ്പ്രസ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഈ സമയത്ത് നമ്മൾ നല്ലപോലെ പഠിക്കേണ്ട സമയമാണ്. എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും അഡിക്ഷൻസ് എൻ്റെ മക്കൾക്കുണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കുക. നിങ്ങളുടെ പേരൻസ് അല്ലാതെ വേറെ ആരാ നിങ്ങളെ മനസ്സിലാക്കുക? വേറെ ആരാ നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക? വേറെ ആരും നിങ്ങളെ സ്നേഹിക്കില്ല. ഇപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഭയങ്കര നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള നിങ്ങളുടെ ആരും ആയിക്കോട്ടെ, നാളെ നിങ്ങളൊരു മോശപ്പെട്ട ആളാണെന്ന് പുറമെ കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അതുപോലെയുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്ക് ലൈഫിലുണ്ടെങ്കിൽ ഗുഡ്, യു ആർ ലക്കി. ഓക്കെ, സോ ഇതാണ് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും നിങ്ങളൊരു എന്താ പറയുക, ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നിങ്ങൾ വേറെ എന്തോ ആണെന്ന് പുറം ലോകത്തിനോട് കാണിക്കേണ്ട ആവശ്യമില്ല. ബി വാട്ട് യു ആർ, ബി ദ വേ യു ആർ. നിങ്ങൾ എന്ത് ചൂസ് ചെയ്താലും ലൈഫിൽ നിങ്ങൾ സക്സസ്ഫുൾ ആകും. ബിക്കോസ് ഇഫ് യു ഡൂയിങ് വിത്ത് യുവർ പ്യുവർ ഹാർട്ട് ആൻഡ് ജെന്യുവൻ ഇൻറ്റൻഷൻസ്, നല്ലത് ചിന്തിക്കുക, അപ്പോൾ നമുക്ക് നല്ലത് വരും, അല്ലേ? നമ്മൾ ചീത്ത ചിന്തിച്ച് ബാക്കിയുള്ളവരെ ഹാം ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചീത്ത കാര്യങ്ങൾ തന്നെ നമുക്ക് സംഭവിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വിചാരിക്കുക. മൈ ബോയ്സ്, ബി ഹാപ്പി, ബി പോസിറ്റീവ്, നല്ല പോലെ പഠിക്കുക. എൻ്റെ ഫ്യൂച്ചർ ഡോക്ടേഴ്സാണ് നിങ്ങളെല്ലാവരും. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ടുള്ള സമയം കുറച്ച് ദിവസങ്ങളെ നമുക്കുള്ളൂ. ഒന്നും ആലോചിച്ച് സ്ട്രെസ് ചെയ്യാനുള്ള സമയമല്ല. ഇനി എൻ്റെ മക്കൾക്ക് ഇത് വേണ്ട, എനിക്ക് നീറ്റ് വേണ്ട, എനിക്ക് വേറെ കാര്യമാണ് ചെയ്യാനുള്ളത്, എനിക്ക് വേറെ ഡ്രീമാണുള്ളത്. ഓക്കെ, ഞാൻ പാരൻസ് ഫോഴ്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഗോ സ്പീക്ക് ടു ദം, ഓപ്പൺ അപ്പ് ടു ദം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, മുമ്പ് പറഞ്ഞിട്ടില്ലേ, വേറെ ആരാണ് നിങ്ങളെ അത്രയും മനസ്സിലാക്കുക? ഓക്കെ, ഇന്നല്ലെങ്കിൽ നാളെ you will reach where you have to reach. നിങ്ങളൊക്കെ ലൈഫിൽ സക്സസ്ഫുൾ ആവും. സോ മൈ ഡിയറസ്റ്റ് ബോയ്സ് ആൻഡ് ഇത് കാണുന്ന മൈ ഗേൾസ് ആൻഡ് എവ്രിബഡീസ് പാരൻസ്, നല്ല പീസ്ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ട് കൈൻഡ് ആയിട്ട് ഇരിക്കുക. ആൻഡ് മക്കളൊക്കെ നല്ലപോലെ പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.